ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് TC എടുക്കുന്ന വിധമാണ്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പരിശോധിക്കാം. ആദ്യമായി ഇതിൻ്റെ സമ്പൂർണ്ണയിലേക്ക് ലോഗിൻ ചെയ്യുന്നു. സമ്പൂർണ്ണയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ക്ലാസ് ആൻഡ് ഡിവിഷൻസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നത് കാണാം. ഇതിൽ 10th സ്റ്റാൻഡേർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. 10th സ്റ്റാൻഡേർഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെയും 2024-25 വർഷത്തെ കുട്ടികളെയും അതുപോലെ 2025-26 വർഷത്തെ കുട്ടികളെയും ഇതിൽ കാണാം. അതുകൊണ്ട് ശ്രദ്ധയോടെ 2024-25 ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് TC എടുക്കേണ്ട ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ C ക്ലാസ്സിലെ TC ആണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ C 2024-25 ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുന്നു. ഈ കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ അധ്യാപകർ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിനി നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. അതിനാൽ ഈ കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ കൺഫേം ചെയ്യുകയാണ്. ഇപ്പോൾ നിലവിൽ അൺകൺഫേംഡ് എന്നാണ് കാണുന്നത്. മുകളിൽ കാണുന്ന ഈ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ കൺഫേംഡ് ആവും. അപ്പോൾ നമുക്കിവിടെ കാണാം കുട്ടികളുടെ വിവരങ്ങളെല്ലാം തന്നെ കൺഫേംഡ് ആയിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു കുട്ടിയുടെ വിവരം നമ്മൾ നൽകുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുന്നു. പേരിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്യൂ TC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ കുട്ടിയുടെ കാറ്റഗറി ഏതാണെന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇഷ്യൂ TC എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇഷ്യൂ TC എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ക്വാളിഫൈഡ് പ്രൊമോഷൻ ടു ഹയർ സ്റ്റാൻഡേർഡ് എന്നുള്ള ഭാഗത്ത് വൈഡ് SSLC ബുക്ക് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് OBC കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാ ഫീസും അടയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് S എന്ന് കൊടുക്കുന്നു. നേരെ മറിച്ച് SC ST OEC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നെങ്കിൽ ഈ ഒരു ഭാഗത്ത് നോ എന്ന് നൽകുകയും അതുപോലെ ഫീസ് കൺസെഷൻ S എന്ന് നൽകുകയും വേണം. ഇതിപ്പോൾ OBC കുട്ടിയും ജനറൽ കുട്ടികളുമൊക്കെ ആണെങ്കിൽ ഇവിടെ ഫീസ് അടച്ചിട്ടുണ്ട് എന്നും ഫീസ് കൺസെഷൻ നോ എന്നുമാണ് നൽകേണ്ടത്. ഇനി ഡേറ്റ് ഓഫ് പീപ്പിൾ ലാസ്റ്റ് അറ്റൻഡൻസ്, അവസാനത്തെ അറ്റൻഡൻസ് ഫെബ്രുവരി മാസം 2025. ഇനി ആ ഒരു ക്ലാസ്സിലേക്ക് പ്രൊമോഷനായ ഡേറ്റ് അത് 2 മെയ് 2024, കഴിഞ്ഞ വർഷമാണ് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് 10ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷനായി വരുന്നത്. ഇനി ഇതിന് ശേഷമുള്ള ഈ 3 വരികളും പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അത് ഡിഫോൾട്ടായിട്ട് ആ വരുന്ന ഡേറ്റിൽ തന്നെ, അതിന് ആപ്ലിക്കേഷൻ ഡേറ്റും അതുപോലെ റോളിൽ നമുക്ക് റിമൂവ് ആവുന്ന ഡേറ്റാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമില്ല. നമുക്ക് റീസൺ ഫോർ ലീവിങ് എന്നുള്ള ഭാഗത്ത് കോഴ്സ് കംപ്ലീറ്റ് എന്ന് നൽകി എത്രയാണോ വർക്കിംഗ് ഡേ, അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ആ വർക്കിംഗ് ഡേ അവിടെ നൽകുകയാണ്. ശേഷം ഇവിടെ ഇഷ്യൂ TC എന്ന് നൽകുകയാണ്. TC നമ്പർ ആസ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ് എന്നൊരു മെസ്സേജാണ് ചില സമയത്ത് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു നമ്പർ നിലവിൽ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ വരികയാണെങ്കിൽ ചെയ്യേണ്ടത്, നമുക്ക് സ്കൂളിൻ്റെ പേര് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴേക്ക് എഡിറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഈ എഡിറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ അവസാനത്തെ TC നമ്പർ, നമ്മൾ നേരത്തെ നൽകിയ TC നമ്പർ ഇപ്പോൾ 5 ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് TC നമ്പർ 5 എന്ന് നൽകിയതിന് ശേഷം അപ്ഡേറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്യുകയാണ്. അതിന് മുകളിൽ സ്കൂൾ ഡീറ്റെയിൽസ് സേവ്ഡ് എന്നൊരു മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു TC നമ്പർ കൃത്യമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആ കുട്ടിയുടെ ഒരു ക്ലാസ്സിലേക്ക് തന്നെ പോകാം. 10th സ്റ്റാൻഡേർഡ് ആണ്. 10th സ്റ്റാൻഡേർഡ് C ഡിവിഷനിലെ ആദ്യത്തെ കുട്ടിയുടേതായിരുന്നു നമ്മൾ TC ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഇഷ്യൂ TC വീണ്ടും എടുക്കുന്നു. അതിനുശേഷം ഇഷ്യൂ TC എന്നത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം TC ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നു. ഇനി നമുക്കിതിൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രിൻറ്റ് TCയും അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ് എടുക്കേണ്ടത്. നമുക്ക് ആദ്യം പ്രിൻറ്റ് TC എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ TC പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ ഒക്കെ ആണെങ്കിൽ TCകളെല്ലാം, TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും എല്ലാം തന്നെ ഒരുമിച്ച് ഒരു ഫോൾഡറിൽ കിട്ടിയാൽ വളരെയധികം സൗകര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിലാണ് എങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് കടന്നു ചെന്നാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് കാണാം. ഈ ഡൗൺലോഡ്സിൽ ചേഞ്ച് എന്ന ഓപ്ഷനുണ്ട്. ഈ ചേഞ്ച് ഓപ്ഷനിൽ ഞാനിപ്പോൾ ഡൗൺലോഡ്സിലൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. SSLC എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിലേക്കാണ് ഇതെല്ലാം കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ കാണാം
ഡൗൺലോഡ്സ് SSLC എന്നുള്ളത് കാണാം. ഫയർഫോക്സിലാണെങ്കിൽ നമുക്കിത് ഈ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോയി ഈ ഒരു ജനറൽ പേജിന് താഴെ ഡൗൺലോഡ്സ് എന്ന് കാണാം. ഈ ഡൗൺലോഡ്സിൽ ബ്രൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഡൗൺലോഡ്സിൽ SSLC ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഫോൾഡറിലേക്കാണ് അത് കൃത്യമായിട്ട് ഡൗൺലോഡായി വരുന്നത്. ടാബിൽ തന്നെയാണ് ഇത് ഓപ്പൺ ആയി വന്നത്. ഇതിന് പകരമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് ക്രമീകരിക്കുവാനായിട്ട് ഗൂഗിൾ ക്രോമിലാണെങ്കിൽ എന്താണ് ചെയ്യാൻ നോക്കാം. ഗൂഗിൾ ക്രോമിലാണെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് വരുന്നു. സെറ്റിങ്സിലെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിന് താഴെ സൈറ്റ് സെറ്റിങ്സ് കാണാം. ഈ സൈറ്റ് സെറ്റിങ്സിലെ അഡീഷണൽ കണ്ടൻറ്റ് സെറ്റിങ്സ് എന്നുള്ളതിൽ നോക്കിയാൽ നമുക്ക് PDF ഡോക്യുമെൻറ്റ്സിനെ സംബന്ധിച്ച ഒരു ഭാഗം കാണാം. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ക്രോമിൽ തന്നെ തുറന്നു വരാനുള്ള ഒരു ഓപ്ഷനുണ്ട്, മറ്റൊന്നാണ് ഡൗൺലോഡ് PDF എന്നുള്ള ഓപ്ഷനാണ്. ഫയർഫോക്സിലാണെങ്കിൽ ഇതിൻ്റെ ഈ സെറ്റിങ്സിലേക്ക് വന്നതിന് ശേഷം ഇത് സെറ്റിങ്സ് പേജാണ്. സെറ്റിങ്സ് പേജിൻ്റെ ജനറൽ പേജിന് താഴെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഈ ആപ്ലിക്കേഷൻസിൻ്റെ താഴെ കണ്ടൻറ്റ് ടൈപ്പ് PDF എന്ന് കാണാം. ഇതിന് നേരെ ഇപ്പോൾ കിടക്കുന്ന ഓപ്പൺ ഇൻ ഫയർഫോക്സ് എന്നുള്ളതാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ഫയൽ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഫയർഫോക്സിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് വരും. ഈ ഒരു 2 ക്രമീകരണം ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് TC ഒക്കെ തന്നെ ഡൗൺലോഡ് ആകാനായിട്ട് സഹായകരമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുട്ടിയുടെ കോൺടാക്റ്റ് ഗുഡ് ആണ്, അപ്പോൾ അത് നൽകുകയാണ്. അതിനുശേഷം ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണാം. ഇപ്പോൾ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ചത് കൊണ്ട് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ്സിലേക്ക് വരികയാണ്. ഇത്തരത്തിൽ നമുക്ക് TC ജനറേറ്റ് ചെയ്ത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും ജനറേറ്റ് ചെയ്ത് നമുക്ക് പ്രിൻറ്റിനായിട്ട് അയക്കാം. താങ്ക് യു.